ജവാരിഹ് വഅമലും ബിൽ ജവാരിഹ്. അത് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെയാ? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആത്മീയമാണ്, അല്ലേ? ഖദ് അഫ്ലഹ മൻ സക്കാഹാ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആത്മസംസ്കരണം നടത്തിയവർ വിജയിച്ചിരിക്കുന്നു, അല്ലേ? ആത്മസംസ്കരണം നടത്തിയവൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ സ്വന്തം നഫ്സിനെ നന്നാക്കണമെങ്കിൽ മനസ്സിനെ ആത്മസംസ്കരണം നടത്തിയെടുക്കണം. അതിനെന്ത് വേണം? അതിന് വഅമലും ബിൽ ജവാരിഹ്, അതേ പ്രവർത്തനങ്ങളിൽ കാണണം. എങ്ങനെ? പ്രവർത്തനങ്ങളിൽ എങ്ങനെ കാണണം? നിങ്ങൾക്കറിയോ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞ ഒരു സന്ദർഭം. വബിഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദിശ് ശുഹദാഇ. അല്ലേ? ആര്? മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുടി എറിഞ്ഞിട്ട് വഹശി കൊലപ്പെടുത്തിയില്ലേ? ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മരണം, ഷഹീദായ ആ ഒരു അവസ്ഥ റസൂലുള്ളാഹിയെ എത്രയേറെ വേദനിപ്പിച്ച സംഭവമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനിറങ്ങി? ഈമാൻ വഅമലും ബിൽ ജവാരിഹ്, അതേ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവന്നതാ. പിന്നെ അതുപോലെ തന്നെ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു, അല്ലേ? മിസ്അബ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ആ ഷഹീദായ ആ ശരീരം കണ്ടപ്പോ റസൂലുള്ളാഹി വാവിട്ട് കരഞ്ഞൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിന്? തുണ്ടം തുണ്ടമാക്കി മുറിച്ച ആ ശരീരം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ വാവിട്ട് കരഞ്ഞിട്ടില്ലായിരുന്നോ? അത് മാത്രമാണോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബിന്റെ ആ മയ്യത്ത് കണ്ടുകൊണ്ട് ചോദിച്ചു, യാ മിസ്അബ്, അങ്ങനെ ഞാൻ മക്കയിൽ വെച്ച് കണ്ടിട്ടുണ്ട് മിസ്അബ്. അങ്ങ് ഒരു ദിവസത്തിൽ എത്ര വസ്ത്രങ്ങൾ മാറുന്ന ആളായിരുന്നു, എത്രത്തോളം സുഗന്ധങ്ങൾ ഇങ്ങനെ തന്റെ ശരീരത്തിലേക്ക് വാരിത്തേക്കുന്ന ആളായിരുന്നു, അങ്ങ് എത്ര സൗകര്യത്തിൽ ജീവിച്ച ആളായിരുന്നു മിസ്അബ്. അങ്ങിതാ ഇത്രത്തോളം ദയനീയം എന്ന് വെച്ചാൽ ഷഹീദിന്റെ അവസ്ഥയല്ല, പാവപ്പെട്ട ദരിദ്രനായ ഒരവസ്ഥയിലേക്ക് തന്റെ ഈമാൻ ഉൾക്കൊണ്ടു എന്ന കാരണത്വം കൊണ്ട് ആ അമലും ബിൽ ജവാരിഹ് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് മിസ്അബ്, താങ്കളല്ലേ ഈ കിടക്കുന്നത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ടവരെ അത് കാണാൻ കഴിയാഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ ആ തിരുശരീരം വീണ്ടും എത്തി പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചോദ്യമായി. എന്ത്? ഒരു ദിവസം 5ഉം 6ഉം വസ്ത്രങ്ങൾ മാറിയിരുന്ന പുതുമോടിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് തന്റെ കവലയിലൂടെ നടന്നിരുന്ന കാണുന്ന പെൺകൊടികൾ മുഴുവനും തന്നിലേക്ക് മാത്രം ഈ സുഗന്ധവും ഈ വസ്ത്രത്തിന്റെ അലങ്കാരവും തന്റെ സൗന്ദര്യവും കണ്ടിട്ട് നോക്കി നിന്നിരുന്ന ആ മിസ്അബിന്റെ തിരുശരീരം അവിടെ വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ആ തിരുശരീരത്തെ, ഷഹീദായ ആ ശരീരത്തെ ഒന്ന് കഫൻ ചെയ്യാൻ ആ തുണി തികഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിയുടെ സവിധത്തിലെത്തി. എന്ത് ചെയ്യണം നബിയെ? എന്താണ് ഇതിന് പരിഹാരം? റസൂലുള്ളാഹി പറഞ്ഞു, വളരെ വേഗം നിങ്ങൾ തുണി മേൽപോട്ട് എടുത്തു വെച്ചിട്ട് അതിന്റെ ബാക്കി ഭാഗത്ത് പുല്ലുകൊണ്ട് മറക്കൂ. എന്നിട്ട് ഓരോ മയ്യത്തുകളെയും അതാ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തന്റെ കൈകളൊക്കെ ഏറ്റുവാങ്ങിക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതാ വന്നു ആരുടെ ശരീരം? ഈ എത്താത്ത കഫം കുട കൊണ്ട് ഈ ശരീരം മറച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. തന്റെ റസൂലുള്ളാഹിയുടെ കയ്യിലേക്ക് ആ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ആ ശരീരം ഖബറിലേക്ക് വെച്ചത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരായത്ത് ഓതിക്കൊണ്ടായിരുന്നു. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് എന്ന ആയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട റസൂലുള്ളാഹി ആ തിരുശരീരം ഖബറിലേക്ക് വെച്ചത് അമലും ബിൽ ജവാരിഹ്, അതേ പ്രവർത്തന പദത്തിലേക്ക് ഈമാനിനെ കൊണ്ടുവന്നത് കൊണ്ടായിരുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടില് പള്ളി കമ്മിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേദികളിലോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മുടെ ആശയങ്ങൾ
നിങ്ങൾ സത്യം, തൗഹീദ്, ശിർക്ക്, ബിദ്അത്ത് ഇത് പറയാതിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മഹാനായ ഒരു സ്വഹാബി, ആ സ്വഹാബിയുടെ പ്രിയപ്പെട്ട മാതാവ് ദിവസങ്ങളോളം ജലപാനം ഒഴിവാക്കിക്കൊണ്ട് നിരാഹാരം കിടന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. എന്തിന്? നാട്ടുകാരാകെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. യാ സഅദ്, എന്താണിത്? നിന്റെ പ്രിയപ്പെട്ട മാതാവല്ലേ, അതിലാ പ്രായമേറി അങ്ങെത്തിയിട്ടുണ്ട്. വലിയ കുടുംബമാണ്. വലിയ കുടുംബത്തിൽ ഈ സഅദ് മാത്രമാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് പോടെ, ഒന്ന് മാറി. ഉമ്മയുമായ ഒരു അനുരഞ്ജനത്തിലെത്ത്. എന്താ ഉമ്മന്റെ പ്രശ്നം? നീ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്നോട്ട് പോകണം. ദിവസങ്ങളോളം കാത്തിരുന്നു. അവസാനം ആ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ മാതാവിനോട് പറഞ്ഞു, ഉമ്മ, എനിക്ക് നിങ്ങളെ ഏറെ ഇഷ്ടമാണ് ഉമ്മ, ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ 1000 തവണ നിങ്ങൾ 1000 ജന്മം ജനിച്ചിട്ട് നിങ്ങൾ പിന്നെയും നിങ്ങൾ നിരാഹാരമിരുന്നാലും അള്ളാഹുവിന്റെ റസൂലിന്റെ മതത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ സഅദ് പോകൂല ഉമ്മ, സഅദ് പിന്മാറൂല. ഉമ്മ പറഞ്ഞു, കുറച്ച് വെള്ളം കെടുക്ക്, പ്രശ്നം തീർന്ന്. എന്താണിത്? അമലുൻ ബിൽ ജവാരിഹ്, അതേ പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവന്നതാ. അതാണ് ഈമാൻ. അത് പൂർത്തിയാകുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും ഈമാൻ എന്താകുന്നത്? പൂർത്തിയാകുന്നത്.